വാഹനം ഉപയോഗിക്കുന്നവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നിയമ സാധ്യതകളെ പറ്റിയും നിയമ കാര്യങ്ങളെ പറ്റിയുമാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. എൻ്റെ പേര് സാൻഡോ. വെൽക്കം ടു ദിസ് ചാനൽ. ഒരു വാഹന അപകടം നടന്നാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഇതുപോലെ ലീഗൽ വീഡിയോസിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ എന്തൊരു സംശയങ്ങളാണെങ്കിലും ഇൻസ്റ്റാഗ്രാം പേജ് വഴിയും ഞങ്ങളുടെ വാട്സപ്പ് വഴി ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് ഞങ്ങൾ താഴെ കൊടുത്തേക്കാം. പ്രധാനമായി രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നെന്ന് പറയുന്നത് നിങ്ങളുടെ വാഹനം എപ്പോഴും ഇൻഷുറൻസ് കവേർഡ് ആയിരിക്കണം. രണ്ട്, വാഹനം ഓട്ടിക്കുന്ന വ്യക്തിക്ക് നിർബന്ധമായി ലൈസൻസ് ഉണ്ടായിരിക്കും. വാഹനം ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ലൈസൻസ് ഇല്ലാതെയാണ് ഒരു അപകടം സംഭവിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് അപകടം സംഭവിക്കുന്ന ക്ലെയിം ഇൻഷുറൻസ് കമ്പനി കൊടുക്കുകയും തുടർന്ന് ഇൻഷുറൻസ് കമ്പനി RC ഓണർക്കെതിരെ, അതായത് വാഹനത്തിന്റെ RC ഓണർക്കെതിരെ കേസ് ഫയൽ ചെയ്യുകയും ചെയ്യും. RC ഓണർ എപ്പോഴും ലയബിൾ തന്നെയാണ് ലൈസൻസ് ഇല്ലാതെ ഒരു വ്യക്തിക്ക് അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ. ഇനി ഇൻഷുറൻസ് ഇല്ലാതെയാണ് ഒരു അപകടം സംഭവിക്കുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് ഇൻഷുറൻസ് ഇല്ലാതെയാണ് ഒരു അപകടം സംഭവിക്കുന്നതാണെങ്കിൽ RC ഓണർ അതിന്റെ നഷ്ടപരിഹാരം എത്ര രൂപയാണോ അത്രയും രൂപ കൊടുക്കേണ്ടി വരും. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് തേർഡ് പാർട്ടി ഇൻഷുറൻസിനെ പറ്റിയാണ്. നമുക്ക് എപ്പോഴും ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണമെങ്കിൽ, ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ നെഗ്ലിജൻസ് വരേണ്ടത് ഓപ്പോസിറ്റ് ചെയ്യുന്ന വാഹനത്തിനായിരിക്കണം. ഓപ്പോസിറ്റ് വരുന്ന വാഹനത്തിന്റെ കുറ്റത്തിന്മേലായിരിക്കണം ആ ഒരു ആക്സിഡന്റ് അവിടെ നടന്നിരിക്കുന്നത്. അടുത്തതായി മോട്ടോർ വെഹിക്കിൾസ് ആക്ട് സെക്ഷൻ 134A(b) പ്രകാരം ഡ്രൈവറിന്റെ ഉത്തരവാദിത്തമാണ് അപകടം പറ്റിയ ആളിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നത്. പോലീസിനെ ഉടനെ തന്നെ വിവരം അറിയിക്കേണ്ടത് തന്നെയാണ്. ഒരു അപകടം നടന്ന് 6 മാസത്തിനകം നിങ്ങൾക്ക് പ്രൊസീജിയേഴ്സ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ നിങ്ങൾ പൊട്ടലോ മാരകമായ മുറിവോ എന്തെങ്കിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാവുന്നത് തന്നെയാണ്. ഇവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വാഹനത്തെയും ഇൻഷുറൻസ് കമ്പനിയുമാണ് പ്രതി ചേർക്കുന്നത്. ബാക്കി പ്രൊസീജിയേഴ്സ് പോലീസിന്റെയാണ്. പോലീസ് മൊഴിയെടുക്കുകയും FIR രജിസ്റ്റർ ചെയ്യുകയും നമ്മൾ പിന്നെ വാഹനം പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വാഹനം നമുക്ക് തിരിച്ചെടുക്കാം. തിരിച്ചെടുത്തു കഴിഞ്ഞാൽ വാഹനം സ്വന്തമായിട്ട് തന്നെ നന്നാക്കുകയും പ്രോപ്പർട്ടി ഡാമേജ് ക്ലെയിം ചെയ്യുകയും ചെയ്യാവുന്നതാണ്. പ്രധാനമായി ഇത്രയും കാര്യങ്ങളാണ് ഒരു അപകടം നടന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ എന്ത് തരം ലീഗൽ സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം വഴി വാട്സപ്പ് നമ്പർ ഞങ്ങൾക്ക് കൊടുത്തേക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കമന്റിലും ചോദിക്കാവുന്നതാണ്. കൂടുതൽ നിയമപരമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.